പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റാണ്. ഈ പറഞ്ഞ 2 ടീമിൻ്റെ കാര്യത്തിലാണ് മുഖ്യമന്ത്രി മാറണമെന്ന് തീരുമാനിക്കേണ്ടതും പാർട്ടി മന്ത്രിമാർ മാറണമെന്ന് തീരുമാനിക്കുക ഒക്കെ സെക്രട്ടേറിയറ്റാണ്. നയപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ പാർട്ടികൾക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ സ്വകാര്യവൽക്കരണം, PPP മോഡൽ വേണോ, അതുപോലെ തന്നെ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ സാമുദായിക വോട്ട് കുറഞ്ഞോ കൂടിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനിക്കുന്നത്. പാർട്ടി നമ്മുടെ ജില്ലകളിൽ നിന്നുള്ള കണക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഏതാ ജില്ലകൾ കണക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം പിന്നെ ഈഴവ വോട്ട് കുറഞ്ഞതും കൂടിയതുമായി ബന്ധപ്പെട്ട മുസ്ലിം വോട്ടുകളുടെ വരവ് ചോർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സമ്മേളനത്തിൽ ചർച്ചയായി തീരുമാനിക്കുമെന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ പറഞ്ഞ പോലെ MLA ആരൊക്കെ ആവണം, MP ആരൊക്കെ ആകണം, മന്ത്രിമാർ ആരൊക്കെ ആകണം, പാർട്ടിയിൽ ആരൊക്കെ മത്സരിക്കണം എന്നൊന്നും ഇതിൽ തീരുമാനിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയല്ല ഇപ്രാവശ്യത്തെ പ്രധാനം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയന് മുഖ്യമന്ത്രിക്ക് കോട്ടം പറ്റുന്ന ഒരു സംവിധാനവും വരാൻ പോകുന്നില്ല. ഒരു റിപ്പോർട്ട് വരാൻ പോകുന്നില്ല. സമ്മേളന റിപ്പോർട്ടിലാണെങ്കിലും പറയാൻ പോകുന്നില്ല. ഒരു റിപ്പോർട്ടിലും ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് ദോഷം വരുന്ന ഒരു സംവിധാനവും പറയാൻ പോകുന്നില്ല. ഏറ്റവും നല്ല മുഖ്യമന്ത്രി, ഏറ്റവും നല്ല സംസ്ഥാന സമ്മേളനം, ഏറ്റവും നല്ല MLA മാർ, ഏറ്റവും നല്ല മന്ത്രിമാർ, ഇതൊക്കെയായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നില്ല.